സംവിധായകൻ ലോകേഷ് കനകരാജിനെതിരെ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിലെ ഹർജി. ലോകേഷ് തന്റെ സിനിമകളിലൂടെ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും സംവിധായകന്റെ മാനസിക നില പരിശോധിക്കണമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ലോകേഷ് ചിത്രം ലിയോ ടിവിയിൽ സംപ്രേഷണം ചെയ്യരുത് എന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ. മനേഷ്, പിന്നെ വയലൻസിന്റെ കാര്യമാണെങ്കിൽ ലിയോയിൽ അങ്ങനെ ഭീകരമായ വയലൻസ് ഉണ്ടോ? എനിക്ക് തോന്നിയില്ല അങ്ങനെ. എന്തുകൊണ്ടാണ് ഈ മാനസിക നില പരിശോധിക്കണം എന്നൊക്കെയുള്ള വിചിത്രമായ ആവശ്യം? അശ്മി, മധുരയിലെ ഒറ്റക്കടവ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള രാജാ മുരുകനാണ് ഈ ഒരു ഹർജിക്കാരൻ. അദ്ദേഹം ഹർജിയിൽ പറയുന്നത്, ഈ ലിയോ സിനിമ കണ്ടതിന് ശേഷം തനിക്ക് വല്ലാത്ത മാനസിക പ്രശ്നമുണ്ടായി. അത്രയധികം വയലൻസ് ആണ് അതിൽ കാണിക്കുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ ഉൾപ്പെടെ അതിൽ കാണിക്കുന്നുണ്ട്. മാത്രമല്ല, ലോകേഷ് കനകരാജിന്റെ മുഴുവൻ സിനിമകളിലും സമാനമായ രീതിയിലുള്ള അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ് അയാൾ സംവിധാനം ചെയ്യുന്നത് എന്നാണ് ഹർജിയിൽ പറയുന്നത്. മാത്രമല്ല, തിയേറ്ററുകളിൽ പോയി കാണുക എന്ന് പറയുന്നത് സ്വാഭാവികമായും ഇഷ്ടമുള്ളവർ മാത്രമാണ് പോയി കാണുക. പക്ഷേ ഇത് ടി വിയിൽ വരുമ്പോൾ എല്ലാവരും കുടുംബത്തോടു കൂടി ഇരുന്ന് കാണുന്ന ഒരു നിലയുണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കണം. അതുകൊണ്ട് ടി വിയിൽ ഈ ചിത്രം സംപ്രേഷണം ചെയ്യരുത് എന്നൊരു ആവശ്യം എന്തായാലും ഹർജിയിൽ ഉന്നയിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ഈ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമകൾ എടുക്കുന്ന ലോകേഷ് കനകരാജിന്റെ മാനസിക നില പരിശോധിക്കണം. അതിന് കോടതി തന്നെ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ സജസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു കാര്യവും കൂടി എന്തായാലും ഈ ഒരു ഹർജിയിൽ പറയുന്നുണ്ട്. ഈ ഹർജി പരിഗണിക്കുന്നത് എന്തായാലും മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് മാറ്റിവെച്ചിരിക്കുകയാണ്. മറ്റൊരു ദിവസം പരിഗണിക്കുമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. ഹാഷ്മി. ഓക്കെ, അതാണ് ലോകേഷ് കനകരാജന്റെ മാനസിക നില പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഹർജി. എന്ന് പറഞ്ഞാൽ ഒരു മുരുകരാജ എന്ന് പറയുന്ന ഒരാളാണ്. മുരുകണ്ണൻ കൊള്ളാവുന്ന വയലൻസ് സിനിമകളൊന്നും കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ കണ്ടുണ്ടെങ്കിൽ ലിയോയ്ക്കകത്ത് അത്ര വയലൻസ് ഉണ്ടോ? ലിയോയ്ക്കകത്ത് വയലൻസ് ഇല്ല എന്നല്ല, ഈ പറയുന്നത് പോലെ കാണാൻ കൊള്ളാത്ത രീതിയിൽ ഭീതിതമായി പേടിച്ചു പോകുന്ന രീതിയിലുള്ള മാരകമായ വയലൻസ് ഉണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കോടതി പരിശോധിക്കട്ടെ അത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.